എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാൻ 5 വഴികളാണ് പഠിപ്പിച്ചേ. 5 വഴികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത്. ആ 5 വഴികൾ, ഈ പറയുന്ന 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 1 ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. 1, അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഹദീസാ. പ്രവാചകൻ, എനിക്ക് എന്തെങ്കിലും ഒരു വസിയ്യത്ത് താ നബിയെ. അബൂദർ റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു വസിയ്യത്ത് നൽകാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ തെറ്റ് ചെയ്താൽ അതിനെ തുടർന്ന് നീ നന്മ ചെയ്യുക എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരു തെറ്റ് ചെയ്തു ഉടനെ എന്ത് ചെയ്യണം? പറ. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം? ഒരു നന്മ ചെയ്യണം. അപ്പൊ അബൂദർ റളിയല്ലാഹു തആല പ്രവാചകൻ ഇത് ചോദിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, ആ നന്മ ആ തെറ്റിനെ മായിച്ചു കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നീ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിന് ശേഷം നീ ഒരു നന്മ ചെയ്താൽ ആ നന്മ ആ തെറ്റിനെ മായിച്ചു കളയും. ഒരു തെറ്റിന്റെ പുറകിൽ മറ്റൊരു തെറ്റ് ചെയ്ത അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒന്നിനു പുറകെ ഒന്നൊന്നല്ല. നബിതങ്ങൾ പറയുന്ന, ഒരു തെറ്റിന് പുറകിൽ ഒരു നന്മ ചെയ്താൽ ആ നന്മ നിന്റെ തെറ്റിനെ മായിച്ചു കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിച്ചു, നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്മയിൽ പെട്ടതാണോ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നന്മയിൽ പെട്ടതാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നന്മകളിൽ ഏറ്റവും നല്ല നന്മയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു അതിനർത്ഥം, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും. അവന് സ്വർഗം അല്ലാഹു കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുമ്പോൾ മാത്രമല്ല, മരിക്കുന്ന സമയത്ത് പറയല് മാത്രമല്ല, ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെ പറയണം? മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ? മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ? 70,000 പ്രാവശ്യം പറയും. കണ്ടിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ. എങ്ങനെയെങ്കിലും 70,000 തീർത്താൽ മതി. എങ്ങനെയെങ്കിലും 70,000 തീർക്കണം. ഇത്രയേ ഉള്ളൂ. എടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അവൻ നരകത്തിൽ കടക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ അത് പറയേണ്ടതുപോലെ ആരും പറയൂല. എന്താ അതിൻ്റെ മഹത്വം എന്നറിയോ? ഈ ചുമലിലിരിക്കുന്ന 2 മലക്കുകൾ ഒരു കിതാബ് എഴുതുന്നില്ലേ? എഴുതുന്നുണ്ടോ? നന്മ തിന്മ തൂക്കുന്ന ആൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ത്രാസ് ഉണ്ട് അല്ലാഹുവിന്റെ അടുക്കല്. അതിനകത്ത് മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കും. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഈ ത്രാസിന്റെ വലുപ്പം എന്താണെന്നറിയോ? അറിയില്ല നബിയെ. നബിതങ്ങൾ പറഞ്ഞു, ആകാശവും ഭൂമിയും ആ ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. വർക്കപ്പറ നബിയിനാ റസൂലുള്ളാഹി. നമ്മൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ത്രാസ് ഏതാ? ഈ വണ്ടിയൊക്കെ തൂക്കണ ത്രാസല്ലേ അല്ലേ? എടാ, ഈ ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ഒരു ത്രാസാണ്. ഏത് ത്രാസ്? മീസാൻ എന്ന് പറയുന്ന ത്രാസ്. അവന്റെ വലിപ്പം നീന്തിച്ചേ, ആ ത്രാസിന്റെ വലിപ്പം നീന്തിച്ചേ. നബിതങ്ങൾ ഇത് പറയുമ്പോ സഹാബത്തിരുന്ന് കരയുകയാ. എന്തേ സഹാബ കരയുന്നത്? നബിയെ, ഇത് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാ? ഈ ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഞങ്ങളൊക്കെ ചെയ്ത നന്മ വെച്ച കടലിന്ന് ഇങ്ങനെ വെള്ളം കോരണ പോലെ ഇരിക്കും. സഹാബത്ത് കരയാൻ തുടങ്ങി. നബിതങ്ങൾ പറഞ്ഞു, അത് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ.
ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഫലായ റസൂലല്ലാഹ്, എന്താ നബിയെ? പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് മീസാനിനെ നിറയ്ക്കും. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എൻ്റെ സഹോദര, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവസാനമായിട്ട് ഈ ദിക്ർ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുന്നവന് സ്വർഗമില്ലേ? സ്വർഗമുണ്ടോ? പറ, ഉണ്ടോ? ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടോ? പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ടോ? ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ടോ? നന്മകൾ ചെയ്യുന്നവന് സ്വർഗമുണ്ടോ? എല്ലാവർക്കും സ്വർഗം ഉണ്ട്, സ്വർഗം ഉണ്ട്, സ്വർഗമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗം ഉണ്ടെന്നാണോ പറഞ്ഞേ? അല്ല. സ്വർഗം ഉണ്ടെന്നാണോ പറഞ്ഞ? അല്ല. അവൻ സ്വർഗത്തിൽ കയറിക്കഴിഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ? എന്റെ പൊന്നാര ഉപ്പ, അവൻ ഭാഗ്യവാനാ, അവൻ സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോൾ അത് പറഞ്ഞു മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു മരിക്കണമെന്ന് വലിയ ആഗ്രഹം നമുക്ക്. പക്ഷെ പറ്റുമോ? എളുപ്പമാണോ? അല്ല. ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവന്റെ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹ് കരുണ കാണിച്ചവർക്കേ പറ്റൂ. അള്ളാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ പറ്റൂ. എപ്പോഴാ പറയേണ്ടതെന്നറിയോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച് ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ശംസുല്ലമയെ പോലെയുള്ള മഹാന്മാരുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരായ മഹത്തുക്കളായ ആലിമീങ്ങൾ, അവരുടെയൊക്കെ ബർസഖിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് മഹത്തുക്കളായ നേതാക്കന്മാരുടെ മരണമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. സഹോദര, മോനെ, നമ്മളെയും ആ മരണം തേടി വരുമല്ലോ. ഒരു ദിവസം നമ്മളെയും മരണം തേടി വരുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒരു നല്ല മരണം കിട്ടാൻ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ കോഴി അറുത്തിടുന്നത് കാണും. കോഴി അറുത്തിടും, അതിങ്ങനെ കിടന്നിട്ട് ആ ഡബ്ബയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ പെടയും, ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലയിട്ടടിക്കും, ചിലപ്പോൾ ഇങ്ങനെ തുള്ളി ചാടും. അത് ഉലഹിയ വെള്ളി റമളാൻ പെരുന്നാളിന് ഉലഹിയ മൃഗത്തെ അറുത്തിടുമ്പോ ആ ഉലഹിയുടെ ആട് കിടന്ന് കയ്യും കാല് വിട്ടിങ്ങനെ പെടഞ്ഞ് തലയിട്ടടിച്ചിട്ട് അതിങ്ങനെ മരിക്കും. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. എന്നാ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ, എന്തിനാ കാലിട്ടടിക്കുന്നേ? എന്തിനാ തലയിട്ടടിക്കുന്നേ? എന്തിനാ ഇത് കിടന്ന് പെടയുന്നേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ ആ കാലിങ്ങനെ അടിച്ചടിച്ച്, തലയിങ്ങനെ അടിച്ചടിച്ച്, കണ്ണിങ്ങനെ തെള്ളിയിട്ടത് മരിക്കുന്നത്? ഇതേപോലെ ഒരു മരണം എനിക്കില്ലേ, നിങ്ങൾക്കില്ലേ? ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കിട്ടുമോ? ആ പോത്തിന് കിട്ടിയ ഭാഗ്യം എനിക്ക് നിങ്ങൾക്കും കിട്ടുമോ? അതിന് കാലിട്ടടിക്കാം, അതിന് കൈയിട്ടടിക്കാം, അതിന് ചിറകിട്ടടിക്കാം. എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ. നമുക്ക് ആരെങ്കിലും മരിക്കുമ്പോ കൈയിട്ടടിക്കാറുണ്ടോ? കാലിട്ടടിക്കാറുണ്ടോ? ഒന്നുമില്ലടോ, ഒന്നുമില്ല. കാരണം 70,000 മലക്കുകൾ വരും നമ്മളെ പിടിക്കാൻ. 70 മുതൽ 70,000 മലക്കുകൾ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഇറങ്ങി വരും. അല്ലാഹുവേ, എന്നിട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോൾ ആ മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും ഈ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ. അല്ലാഹു അലം, എന്തേ ചിന്തിക്കാത്ത? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളയാ പറഞ്ഞത് വേദനയുണ്ടെന്ന്. നബിതങ്ങളും പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വേദനയുണ്ടെന്ന്. അള്ളാഹു നമ്മുടെ വേദന കുറച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എല്ലാവരും കൈവക്കി. പക്ഷേ സിറാജ് തിരിച്ചൊരേ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് നന്മ ചെയ്തിട്ടാ കൈവക്കിയേ? എല്ലാവർക്കും നല്ല മരണം വേണം എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്ത നന്മ എന്താ? ഈ 40, 50, 60 കൊല്ലത്തിന്റെ ഇടയിൽ നീയൊക്കെ ചെയ്ത ഒരു നന്മ പറവാപ്പാ.
എൻ്റെ ഉപ്പാനോട്, എൻ്റെ ഉമ്മയോട്, എൻ്റെ സഹോദരിയോട് ഞാൻ ചോദിക്കുന്നത്, നീ ചെയ്ത ഒരു നന്മ പറ. ഒരുപാട് നിസ്കാരം ഉണ്ടില്ലേ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്നാഴത്തേനെയും കുലുഹു വല്ലയും 4 പേര് കാണാനുണ്ടെങ്കിലോ നീ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കും. ആർക്ക് വേണം നിന്റെ നിസ്കാരം? നീ സദക്ക കൊടുക്കും, പക്ഷേ പേര് വിളിച്ചു പറയണം. ഫോട്ടോ സഹിതം വെക്കണമെങ്കിൽ തരും. സക്ക ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ, എന്ത് ചെയ്താലും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അള്ളാഹിക്ക് അറിയില്ല. നമ്മളും ചെയ്ത ഒരു നന്മയും അള്ളാഹുടെ മുമ്പിൽ എത്തിയിട്ടില്ല. കാരണം നമ്മുടെ നന്മകൾ മുഴുവനും ഇവിടെ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു നന്മ ചെയ്തു വെച്ചോ. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ഈമാനുള്ള ഒരു മരണം കിട്ടാൻ ഒരു നന്മ നിങ്ങൾ ചെയ്തു വെച്ചോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും മരണം വരും, ഏത് രീതിയിലും മരണം വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രായമോ വയസ്സോ ഒന്നും വേണ്ട മരിക്കാൻ, ഒരാൾക്കൊന്നും വേണ്ട. എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ട മാസമായി മാസം. അള്ളാഹു എൻ്റെ ഇക്കാടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നും ആ മരണത്തിൻ്റെ ഷോക്കിൽ നിന്ന് ഞങ്ങളാരും മാറിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബം ആരും, എൻ്റെ ഉമ്മ ഇന്നും അത് പറഞ്ഞിട്ട് കരയും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, കവി പറഞ്ഞത് എത്രയോ സത്യമാ. തു അമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ അലാ ദഹരി. കവി പറയുകയാ, രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകിട്ട് കിടന്നവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഒരു രോഗവുമില്ലാത്തവൻ നിപ്പിന് വീണു മരിക്കുന്നു. എന്നാലോചിക്കേ. അള്ളാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദര, ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചോ. എല്ലാവർക്കും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നിന്റെതെന്ന് പറയാൻ ഒരേ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു വെക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ വാല് കേൾക്കുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നൊരു ചരിത്രം പറയാറുണ്ട്. എൻ്റെ ഏകദേശമുള്ള വാലുകൾ മുഴുവനും തീരുന്നത് അങ്ങനെ. എനിക്കറിയുന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 36 വയസ്സുണ്ട്. അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാ, സുഖമില്ലാതെ. ഡോക്ടറെ വന്നു, പരിശോധിച്ചു. എന്നിട്ട് നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് പറഞ്ഞേക്കാൻ, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ മുറിവിനെ അറിയിച്ചേക്കാൻ പറഞ്ഞു. ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ആ ഉസ്താദ് കിടന്ന് കരയുന്നു. അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ ടെൻഷനാകുന്നു, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരണം. ഡോക്ടർ പെട്ടെന്ന് ചെന്നു ഉസ്താദിൻ്റെ അടുക്കൽ. എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മാക്സിമം പരിശ്രമിക്കുകയാണ്, ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നേ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവിടെ കിടന്ന് കരയുന്നല്ലോ. അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും ടെൻഷനാകുന്നുണ്ട്, അവരും രോഗികളാ. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ കരയരുത്. മരിച്ചു പോകുമെന്നുള്ള പേടിയാണോ നിങ്ങൾ കരയുന്നത്? ആ പാവപ്പെട്ട ചെറുപ്പക്കാരനായ ഉസ്താദ് പതിയ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ മരിക്കും. ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? ഇല്ല. വീഡിയോ കോൾ വിളിക്ക്, കാണ്, സംസാരിക്ക്, കരയല്ലേ. ഉസ്താദ് അപ്പോഴും പറഞ്ഞു, അല്ല, എനിക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല. ഡോക്ടർ അമുസ്ലിമാണ്, അത്ഭുതമായി, മരിക്കാൻ പേടിയില്ല. തൻ്റെ ഭാര്യയെയും പിഞ്ചുമക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല. പിന്നെന്തിനാ ഉസ്താദെ നിങ്ങൾ കരയുന്നേ? പിന്നെ എന്തിനാ ഉസ്താദെ നിങ്ങൾ കരയുന്നേ? 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിൽ എങ്ങനെ പോടോ? നമ്മളൊക്കെ ഇരിക്കണ ഓരോ മനുഷ്യനും ചിന്തിക്കണോ, എങ്ങനെ പോവും അള്ളാഹുടെ മുമ്പിൽ? എന്ത് ധൈര്യത്തിലാ ഞാൻ പോവാ, നിങ്ങൾ പോവാ? ഇന്നീ പോണ വഴിയിലും മരിച്ച എന്തുണ്ട് നിനക്ക് അള്ളാഹുടെ മുമ്പിൽ പറയാൻ? ഈ 40-50 കൊല്ലം ജീവിച്ചിട്ട് നിനക്ക് നിന്റെതെന്ന് പറയാ എന്തുണ്ടപ്പാ? വീടും ജാഗയും കാറും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ
നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിന്റെയൊക്കെ മക്കൾക്കറിയോ അപ്പ? മരിച്ചു പോയാലേ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഈ ഇരിക്കണ ഖത്തീബിന്റെ കൈപിടിച്ചിട്ട് ഉസ്താദെ ഞാൻ നിൽക്കാ ഇമാമത്ത്, നിങ്ങൾ പുറകെ നിൽക്കെന്ന് പറയാൻ ഒരു മോനുണ്ടോ, ധൈര്യമുണ്ടോ? നിങ്ങളുടെയൊക്കെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതിയിട്ട് ഉപ്പാന് സ്വർഗം കൊടുക്കണേ എന്ന് പറയാൻ ഒരെണ്ണം ഉണ്ടോ അപ്പ? ഇല്ല. പിന്നെ നീ എന്ത് നേടി? നീ മരിച്ച വിഹിതം വെക്കാൻ മക്കൾ തയ്യാറായിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്കുക. എന്തെങ്കിലും ഒരു നന്മ, 1000 നന്മയൊന്നും വേണ്ട, ഒരേ ഒരു നന്മ ചെയ്തു വെക്ക്. മരിക്കുമ്പോ അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മു റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഈ 2 മണിയോടടുക്കുന്ന സമയം നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാളും ഈ മജ്ലിസിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ കഴുകി ശുദ്ധമാക്കണേ അല്ലാ. ഹജ്ജ് ചെയ്ത ഹാജിയെ പോലെയാക്കണേ അല്ലാ. ഉമ്മ പ്രസവിച്ച മക്കളെ പോലെയാക്കണേ അല്ലാ. ഞങ്ങളുടെ പാപം പുറത്തു തരണേ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പയും ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഉസ്താദന്മാരും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും ഞങ്ങളുടെ കുടുംബക്കാരും പലരും ഖബറിനകത്താണ് റബ്ബേ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗ കവാടം തുറക്കണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. ദാഇകളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്നവരാക്കല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലാ. ഞങ്ങളെ വഞ്ചിക്കുന്നവരാക്കല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. ശിഫ നൽകണേ തമ്പുരാനെ. അറുത്തു മുറിക്കല്ല തമ്പുരാനെ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, സയ്യിദന്മാര് ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്ത സർവ്വ ആലിമീങ്ങളെയും അൽഉലമാഉ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ ഇത്രയും സമയം ഈ മജ്ലിസിലിരുന്ന വാപ്പമാർ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നല്ല ഭാവിയും നല്ല ഇണകളെയും കൊടുക്കണേ അല്ലാ. വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടികളുടെ സംഘാടകരെ നീ കൈവിടല്ലേ
അല്ലാ, കൈവിടല്ലേ അല്ലാ. അവരുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കണേ അല്ലാ. അവരുടെ ചുവട്ടടികൾക്ക് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ കൈവിടല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരാണ്, ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ റബ്ബേ. അവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഭക്ഷണം തന്ന കുടുംബം സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. ആ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ശരീഫ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. തന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ. ശിഹാബിനെയും നൗഫലിനെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഷാഫി എന്ന സഹോദരന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവൻ, ആരെല്ലാം ഇവിടെയെല്ലാം വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. മദ്രസയ്ക്ക് വേണ്ടി സദക്ക ചോദിച്ചപ്പോ പൈസ തന്നവർ, കല്ല് തന്നവർ, സിമന്റ് തന്നവർ, കമ്പി തന്നവർ, പടച്ചവനെ ജല്ലി തന്നവർ, അല്ലാഹുവേ പൂഴി തന്നവർ, സ്വർണം തന്നവർ, അല്ലാ ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. അതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ബക്കറ്റിൽ ഓരോ രൂപ ഇടുമ്പോഴും മനസ്സിന്റെ മുറാദ് പറഞ്ഞവരാണ് തമ്പുരാന്. നീ കൈവിടല്ലേ തമ്പുരാനെ. ലൈവ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാ. ആ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരെല്ലാം ഈ പ്രഭാഷണം കേട്ട് ഈ ദുആയിക്ക് ആമീൻ പറയുന്നവരുണ്ടോ അവരുടെ കണ്ണുകൾ കൊണ്ട് സ്വർഗം കാണാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആമീൻ പറയുന്ന നാവ് കൊണ്ട് സഹാദത്ത് പറയാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ലത്തീഫിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. തന്റെ മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. കടങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. കൂടെ വന്ന സഹോദരന് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഉസ്താദിനോടും കമ്മിറ്റിക്കാരോടും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തവർ, പടച്ചവനെ എല്ലാവരുടെയും ആഗ്രഹം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് തമ്പുരാനെ. നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ 2 മണിയോടടുക്കുന്ന സമയത്ത് ആരെല്ലാം ഈ മജ്ലിസിന്റെ അവസാനം വരെ ഇരുന്നവരുണ്ടോ റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ. നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഈ ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ. രാജ്യം തെരഞ്ഞെടുപ്പിന്റെ പാതയിലാണ്. ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്നവർക്ക് അധികാരം കൊടുക്കണേ അല്ലാ. ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ളവർക്ക് അധികാരം കൊടുക്കണേ അല്ലാ. ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം വേണം റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഈ സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല റബ്ബേ. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല റഹ്മാനെ. ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ലാ. വിധവകളാക്കല്ല അല്ലാ. മക്കളെ സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ല റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഈ കരങ്ങള് ലോകത്താരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ.